We shall begin a new chapter, gravitation. അപ്പോൾ ഇതിൽ ആദ്യം we shall discuss the law of gravitation, Newton's universal law of gravitation. അപ്പോൾ ഈ ലോ അനുസരിച്ച് എവറി പാർട്ടിക്കിൾ ഓഫ് മാറ്റർ ഇൻ ദ യൂണിവേഴ്സ് അട്രാക്ട്സ് എവറി അതർ പാർട്ടിക്കിൾ. നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിൽ ഫണ്ടമെൻ്റൽ ഫോഴ്സസ് പഠിക്കുമ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഒരു ഫണ്ടമെൻ്റൽ ഫോഴ്സാണ്. മാസ്സുള്ള ഏതൊരു പാർട്ടിക്കിളും മറ്റൊരു പാർട്ടിക്കിളിനെ മറ്റൊരു മാസിനെ അട്രാക്റ്റ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ എവറി പാർട്ടിക്കിൾ ഓഫ് മാറ്റർ ഇൻ ദ യൂണിവേഴ്സ് അട്രാക്ട്സ് എവറി അതർ പാർട്ടിക്കിൾ വിത്ത് എ ഫോഴ്സ് ദാറ്റ് ഈസ് directly proportional to the product of the masses of the two particles and inversely proportional to. ഇപ്പോൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയുമ്പോൾ നമ്മൾ എഫ് പ്രൊപ്പോർഷണൽ ടു 1/, എന്നാണ് എഴുതുക അല്ലേ. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്നുള്ളതിന് പ്രൊപ്പോർഷണൽ ടു 1/. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു മാസസ്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/r². അപ്പോൾ ന്യൂട്ടൺസ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ സ്റ്റേറ്റ്സ് ദാറ്റ് എവറി പാർട്ടിക്കിൾ ഓഫ് മാറ്റർ ഇൻ ദ യൂണിവേഴ്സ് അട്രാക്ട്സ് എവറി അതർ പാർട്ടിക്കിൾ വിത്ത് എ ഫോഴ്സ് ദാറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് ദി മാസസ് ഓഫ് ദ ടു പാർട്ടിക്കിൾസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അപ്പോൾ രണ്ട് പാർട്ടിക്കിൾസിൻ്റെ മാസസ് ആണ്. അപ്പോൾ ഒരു പാർട്ടിക്കിൾ മാസ് m1, മറ്റൊരു പാർട്ടിക്കിളിൻ്റെ മാസ് m2. ഇത് രണ്ടിൻ്റെയും ഇടയിലുള്ള ഡിസ്റ്റൻസ് ആണ് r. ഈ r ആണ് ഡിസ്റ്റൻസ്. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ സേ f ഈസ് പ്രൊപ്പോർഷണൽ ടു m1 m2 ഡിവൈഡഡ് ബൈ r², ഓർ f ഈക്വൽ ടു, ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റുമ്പോൾ ഇവിടെ ഒരു കോൺസ്റ്റൻ്റ് ഇടണം അല്ലേ. പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റുമ്പോൾ ഒരു കോൺസ്റ്റൻ്റ് വരും. എഫ് ഈക്വൽ ടു gm1 m2 ബൈ r², where g is a constant called gravitational constant. And the value of gravitational constant is 6.67 into 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ബൈ കിലോഗ്രാം സ്ക്വയർ. അപ്പോൾ ഇതിൻ്റെ വാല്യൂ പഠിച്ചു വയ്ക്കണം. ജി ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റ് ആണ്. ജിൻ്റെ വാല്യൂ 6.67 ഇൻറ്റു 10⁻11. വളരെ ചെറിയൊരു നമ്പറാണ് അല്ലേ. 10⁻11 പറയുമ്പോൾ ഇറ്റ് ഈസ് എ വെരി സ്മോൾ നമ്പർ. ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ബൈ കിലോഗ്രാം സ്ക്വയർ ആണ് ഇതിൻ്റെ യൂണിറ്റ് വരുന്നത്. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വളരെ വീക്കസ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചറാണ്. അത്രയും ചെറുതാണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. പക്ഷേ ഈ ഫോഴ്സ് എല്ലാ പാർട്ടിക്കിൾസും, മാസ്സുള്ള ഏതൊരു വസ്തുവും മാസ്സുള്ള മറ്റൊരു വസ്തുവിനെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് ആ ഫോഴ്സിൻ്റെ ഇൻറ്റൻസിറ്റി, അതിൻ്റെ സ്ട്രെങ്ത് കുറഞ്ഞു വരും. ഇനി ഇതിൽ നിന്ന് നമുക്ക് ജിൻ്റെ ഡയമെൻഷൻ എഴുതാം. അപ്പോൾ ജി എന്താണെന്ന് എഴുതുകയാണെങ്കിൽ ഈ ഇക്വേഷനിൽ നിന്ന് r² ഈ സൈഡിലേക്ക് വന്നു. So we have f r² equal to, ഇത് ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ f r² is equal to g m1 m2, or g equal to f r² by m1 m2. ഫോഴ്സിൻ്റെ ഡയമെൻഷൻ, ഇപ്പോൾ ഡയമെൻഷൻ ഓഫ് ജി ആണ് നമ്മൾ എഴുതുന്നത്. ഫോഴ്സിൻ്റെ ഡയമെൻഷൻ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. പിന്നെ r² ഡിസ്റ്റൻസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ മാസ് സ്ക്വയർ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു m⁻², എന്നുള്ളത് മുകളിലേക്ക് പോകുമ്പോൾ m⁻² ആവും അല്ലേ. ഈ 2നെ മുകളിലേക്ക് m⁻² ആവും. -2ഉം m⁻1ഉം കൂടി ചെയ്താൽ m⁻−1. പിന്നെ l⁻1ഉം l² കൂടെ l³, then t⁻². So the dimension of gravitational constant എന്ന് പറയുന്നത് m⁻−1 l³. Dimension formula is m⁻−1 l³ t⁻². ഇനി weight of a body എന്ന് പറയുന്നത് it is the force with which earth attracts the body. Like weight of the body W is equal to the force with which earth attracts the body. അതായത് force is equal to നമുക്കറിയാം F equal to mass into acceleration എന്നാണ്. അപ്പോൾ force exerted by earth ആണ്
വെയിറ്റ്. ഇതിൽ നമുക്ക് വെയിറ്റ് ഇസ് ഈക്വൽ ടു എം എ എന്ന് പറയുന്നത് ഇവിടെ എർത്ത് എക്സേർട്ട് ചെയ്യുന്ന ആക്സിലറേഷൻ എന്താണ്? ജി ആണ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അപ്പോൾ എവറി ഫ്രീലി ഫോളിംഗ് ബോഡി ഈസ് ആക്റ്റഡ് അപ്പോൺ ബൈ ദി ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ഓൺ ഇറ്റ് ആൻഡ് ഇറ്റ് വിൽ ആക്സിലറേറ്റ് അറ്റ് ദ റേറ്റ്, നമ്മളത് നേരത്തെ പഠിച്ചതാണ്. ഒരു ഫ്രീലി ഫോളിംഗ് ബോഡി എക്സ്പീരിയൻസ് ചെയ്യുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി പറയുന്നത് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അതാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിൻ്റെ വാല്യൂ. അപ്പോൾ ഇവിടെ നമുക്ക് ഫോഴ്സ് വിത്ത് വിച്ച് എർത്ത് അട്രാക്ട്സ് ദ ബോഡി എന്നുള്ളതിന് എം ജി എന്നൊരു ഫോർമുല കിട്ടി. ഇനി ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ വെച്ചിട്ട് നമുക്കൊരു ഫോർമുല എഴുതാം. എഫ് ഈസ് ഈക്വൽ ടു ജി എം, മാസ് ഓഫ് ദ ബോഡി സ്മോൾ എം ആണ്, മാസ് ഓഫ് എർത്ത് ആണ് ക്യാപിറ്റൽ എം എന്നെടുത്തിരിക്കുന്നത്, ഡിവൈഡഡ് ബൈ എം ഇ എന്ന് എഴുതേണ്ട, ക്യാപിറ്റൽ ലെറ്റേഴ്സ് എപ്പോഴും എർത്തിൻ്റെ മാസിനെ ഡിനോട്ട് ചെയ്യുന്നു, ക്യാപിറ്റൽ ആർ എന്നുള്ളത് എർത്തിൻ്റെ റേഡിയസിനെ ഡിനോട്ട് ചെയ്യുന്നു. അപ്പോൾ എഫ് ഈക്വൽ ടു ജി എം എം ബൈ ആർ സ്ക്വയർ. ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ വെച്ച് എഫ് ഈക്വൽ ടു ജി എം എം ബൈ ആർ സ്ക്വയർ. ഇനി ന്യൂട്ടൺ സെക്കൻഡ് ലോ വെച്ചിട്ട് എഫ് ഈക്വൽ ടു എം എ, അപ്പോൾ വെയിറ്റ് ഓഫ് ദ ബോഡി ഓർ ദ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ എർത്ത് ഓൺ ദ ബോഡി, എഫ് എന്ന് തന്നെ എഴുതാം, ദാറ്റ് ഈസ് ഈക്വൽ ടു എം ജി. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസും ഫോഴ്സ് തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? എം ജി ഈസ് ഈക്വൽ ടു ജി എം എം ബൈ ആർ സ്ക്വയർ. സോ ജി ഈസ് ഈക്വൽ ടു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഈ എം താഴത്തേക്ക് വരും, അത് ക്യാൻസൽ ആയി പോകും. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈക്വൽ ടു ജി എം ബൈ ആർ സ്ക്വയർ. അപ്പോൾ ഇതിൽ നമ്മൾ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 6.67 ഇൻറ്റു 10⁻⁻11 ഇൻറ്റു മാസ് ഓഫ് ദി എർത്ത്. മാസ് ഓഫ് എർത്ത് എന്ന് പറയുന്നത് 6 ഇൻറ്റു 10⁻24 ആണ്. 6 ഇൻറ്റു 10⁻24 കിലോഗ്രാം. റേഡിയസ് ഓഫ് എർത്ത് എന്ന് പറയുന്നത് 6400 കിലോമീറ്റർ ആണ്. കിലോമീറ്ററിനെ മീറ്റർ ആക്കുമ്പോൾ 6380 എന്നാണ് ആക്ച്വൽ വാല്യൂ. എന്തായാലും നമുക്ക് അപ്രോക്സിമേറ്റ്ലി 6400 കിലോമീറ്ററിനെ മീറ്റർ ആക്കാൻ 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അത്രയും ക്യൂബ്. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ വാല്യൂ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. So this is the value of acceleration due to gravity. ഇനി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് എ കോൺസ്റ്റൻറ്റ് അല്ലേ. എവറി ഫ്രീലി ഫോളിംഗ് ബോഡി വിൽ എക്സ്പീരിയൻസ് ദിസ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അത് മാസ് ഓഫ് ദ ബോഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ചെറിയൊരു കോയിൻ എടുത്തു നമ്മൾ താഴത്തേക്ക് ഇടുമ്പോഴും, ഒരു ഫെദർ എടുത്ത് താഴത്തേക്ക് ഇട്ടാലും, ഒരു ഇവാക്വേറ്റഡ് ഗ്ലാസ് ട്യൂബിലൂടെ ലീനിങ് ടവർ ഓഫ് പിസയിൽ കയറിയിട്ട് ഒരു ഇവാക്വേറ്റഡ് ഗ്ലാസ് ട്യൂബിലൂടെ കോയിനും ഫെദറും ഒരേ സമയം ഡ്രോപ്പ് ചെയ്തു. ഹു വാസ് ദാറ്റ് സയൻറ്റിസ്റ്റ് ഹു ഡിഡ് ദിസ് എക്സ്പെരിമെൻറ്റ്? ഫെദർ ആൻഡ് കോയിൻ എക്സ്പെരിമെൻറ്റ് വാസ് ഡൺ ബൈ ദ സയൻറ്റിസ്റ്റ് ഗലീലിയോ. ഒരു ഇവാക്വേറ്റഡ് ഗ്ലാസ് ട്യൂബ് എടുത്തു കഴിഞ്ഞപ്പോൾ ഹി ഫൗണ്ട് ദാറ്റ് ബോത്ത് ദ ഫെദർ ആൻഡ് ദ കോയിൻ റീച്ച്ഡ് ദ ഗ്രൗണ്ട് അറ്റ് ദ സെയിം ഇൻസ്റ്റൻറ്റ്. ഇത് രണ്ടും ഒരേ സമയത്ത് ഡ്രോപ്പ് ചെയ്തു, ഒരേ സമയത്താണ് ഇത് താഴെ എത്തിയത്. അപ്പോൾ എർത്ത് കോയിനെയും ഫെദറിനെയും ഒരേ ഫോഴ്സ് വെച്ചിട്ടാണ് അട്രാക്റ്റ് ചെയ്യുന്നത്. ഈ കോയിനും ഫെദറും എക്സ്പീരിയൻസ് ചെയ്യുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് രണ്ടും 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ തന്നെയാണ്. ഇനി ഇത് നമുക്ക് ഡിഫറെൻ്റ് ആയി വരുന്നത്, ഇപ്പോൾ ഫെദർ പതുക്കെ വീഴുന്നുള്ളൂ എന്നുള്ള കേസ് വരുന്നത് എയർ റെസിസ്റ്റൻസ് കാരണമാണ് ഫെദർ പതുക്കെ വീഴുന്നത്. അപ്പോൾ ഇവാക്വേറ്റഡ് ഗ്ലാസ് ട്യൂബ്, എയർ ഇല്ലാത്ത വാക്വത്തിൽ നമ്മൾ ഇതിനെ രണ്ടിനെയും ഒരേ സമയത്ത് ഡ്രോപ്പ് ചെയ്താൽ രണ്ടും ഒരേ സമയത്താണ് താഴെ എത്തുന്നത്. which shows that the value of G is a constant and it does not depend on the mass of the body. It is independent of the mass of the body. It depends only on G ൻ്റെ ഇക്വേഷൻ എന്താണ്? G is equal to Gm by R square. Small g equal to capital Gm by R square. അപ്പോൾ G ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്, മാസ് ഓഫ് ദി എർത്ത് കോൺസ്റ്റൻ്റ് ആണ്. ഇനി റേഡിയസ് ഓഫ് ദി എർത്ത് നമുക്കറിയാം, എർത്തിൻ്റെ ഷേപ്പ് ഇറ്റ് ഈസ് നോട്ട് എ പെർഫെക്റ്റ് സ്ഫിയർ. ഇറ്റ് ഈസ് ഫ്ലാറ്റൻഡ് അറ്റ് ദി പോൾസ് ആൻഡ് ബൾജ്ഡ് അറ്റ് ദി ഇക്വേറ്റർ. അല്ലേ, എർത്തിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു ജിയോയിഡ് ഷേപ്പാണ്. സോ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇക്വേറ്ററിയൽ റേഡിയസ് RE ഈസ് ഗ്രേറ്റർ ദാൻ ദ പോളാർ റേഡിയസ്.
അപ്പോൾ നമുക്ക് പറയാം G പ്രൊപ്പോർഷണൽ ടു 1/r². ഇക്വേറ്ററിയലിലെ റേഡിയസ് കൂടുതലാണ്, ആർ കൂടുതലായതുകൊണ്ട് ഇക്വേറ്ററിൽ ജിൻ്റെ വാല്യൂ ചെറിയൊരു കുറവുണ്ടാവും. പോളാർ റേഡിയസ് RP പറയുന്നത് കുറവാണ്. സോ ദ വാല്യൂ ഓഫ് G വിൽ ബി മാക്സിമം അറ്റ് ദി പോൾസ്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. G പ്രൊപ്പോർഷണൽ ടു, നമ്മൾ പക്ഷേ സാധാരണ കേസുകളിൽ G ഈസ് എ കോൺസ്റ്റൻറ്റ് തന്നെയാണ് എടുക്കുന്നത്. നൗ വാട്ട് ഈസ് ദ വേരിയേഷൻ ഓഫ് G ഡ്യൂ ടു ദ ഷേപ്പ് ഓഫ് ദി എർത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എർത്ത് ഈസ് നോട്ട് പെർഫെക്റ്റ്ലി സ്ഫെറിക്കൽ ഇൻ ഷേപ്പ്. ഇറ്റ് ഈസ് ഫ്ലാറ്റൻഡ് അറ്റ് ദി പോൾസ് ആൻഡ് ബൾജ്ഡ് അറ്റ് ദി ഇക്വേറ്റർ. അപ്പോൾ പോളാർ റേഡിയസ് ഈസ് ലെസ് ദാൻ ഇക്വേറ്ററിയൽ റേഡിയസ്. അപ്പോൾ എന്ത് വരും? സിൻസ് പോളാർ റേഡിയസ് ഈസ് ലെസ് ദാൻ ഇക്വേറ്ററിയൽ റേഡിയസ്, the value of G at the poles, G at poles is more. G at poles is more than G at equator.